അസ്സലാമു അലൈക്കും. വെൽക്കം ടു കിച്ചൺ പലാസോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ഐറ്റമാണ്. പന വരകിയത് പോലത്തെ കപ്പ വരകിയതാണ്. ഇന്നത്തെ തലമുറക്കൊക്കെ പന വരകിയത് എന്താണെന്ന് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. എന്നിരുന്നാലും കപ്പ വരകിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ ഒരു കപ്പ് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റർ കട്ട് ചെയ്തിട്ടുള്ള 4 പീസ് കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ശർക്കര, ഇത് വലിയ ശർക്കരമെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു 3 അച്ച് ശർക്കരയുടെ അത്രയും വലിപ്പം വരും. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. വെറും 4 ഇൻഗ്രീഡിയൻസും 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ അരച്ചെടുക്കാം. കപ്പ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം, അതായത് ഏകദേശം ഈ കപ്പ മൂടിക്കിടക്കും വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല, നല്ല ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ കപ്പ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ കപ്പ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ ഉള്ളതൊന്ന് ചുഴറ്റിയെടുക്കുകയാണ്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏറി എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, അത് ടൈറ്റായി വന്നോളും. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടി അരിച്ചൊഴിക്കാം. ഇനിയാണ് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് പോലെ, പന വരകുന്നത് പോലെയൊക്കെ നിർത്താതെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു വരും. ഇതിൽ ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, അത് ടൈറ്റായി വന്നോളൂ. പക്ഷെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചിട്ട് ആകെ ശരിയാവാതെ എന്താ പറയുക, ഒന്നിനും പറ്റാണ്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന അളവ് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇത് നമ്മൾ ഫ്രഷ് കപ്പ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളെ കപ്പയുടെ പൊടി കിട്ടുമല്ലോ, നമ്മൾ താപ്പിയോക്ക പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലേ, ആ പൗഡർ വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടോ അങ്ങനെയാകുമ്പോൾ പിന്നെ തരി ഇല്ലാതെ തന്നെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി സെയിം മെത്തേഡ് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ ടൈറ്റായി വരാൻ തുടങ്ങുന്നുണ്ട് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഓരോ കളർ ചേഞ്ചിങ് വന്ന് തുടങ്ങുന്നു. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോഡേൺ ഐറ്റംസൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല നാടൻ ഐറ്റംസും നമ്മൾ കഴിക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. നമ്മളെ മക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ പഴയകാല ഐറ്റംസൊക്കെ, ഇല്ലെങ്കിൽ അതൊക്കെ അന്യം നിന്ന് പോകും. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളിത് വീട്ടിൽ കപ്പ കൊണ്ടുവരുമ്പം ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പാണ്, പിന്നെ എപ്പോൾ കപ്പ കൊണ്ടുവന്നാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇനി നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ഇതേപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചാടും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല സ്റ്റിക്കി
സ്റ്റിക്കി ആയിട്ടാണ് ചാടുന്നത്, ഒരു പശ പോലെ. ഇത് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടൊരു പ്രത്യേക ഫീലാണ്. സാധാരണ നമ്മൾ പന വരകിയതോ അല്ലെങ്കിൽ റാഗി വരകിയതോ ഒക്കെ കഴിക്കണ പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, ഒരു ഫീലല്ല ഇതിന്. ഒരു പ്രത്യേക ഫീലാണ്. ഈ കപ്പ വരകിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇത് നിങ്ങളുടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വെറും എപ്പോഴും സാധാരണ വീട്ടിലുണ്ടാകുന്ന സിമ്പിളായിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ സാധാരണ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.